Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. നമ്മൾ സെക്ഷൻ 56 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. Question number 1. According to section 56 subsection 2, what is the maximum dividend rate payable to members on their paid up share capital? Answer 25%. അതായത് മെമ്പേഴ്സ് അവരെടുത്തേക്കുന്ന ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മാക്സിമം എത്ര ശതമാനം വരെ അവരെടുത്തേക്കുന്ന ഷെയർ അനുസരിച്ച് അവർക്ക് എത്രമാത്രം ഡിവിഡൻഡ് ലാഭവിഹിതം കൊടുക്കാമെന്നുള്ളതാണ്. അത് 25% വരെ മാത്രമാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. സെക്ഷൻ 56 സബ്സെക്ഷൻ 2 അത് പറയുന്നത്. Question number 2. Bonus to members can be given based on options A, the amount of share capital subscribed, B, the amount or volume of business done with the society, C, the length of membership, D, the number of meetings attended. Answer B ആണ് the amount or volume of business done with the society. എന്താണ് ക്വസ്റ്റ്യൻ? മെമ്പേഴ്സിന് ബോണസ് കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എടുത്തേക്കുന്ന അടിസ്ഥാനത്തിൽ, രണ്ടാമത് പറഞ്ഞത് അവർ മെമ്പേഴ്സ് സൊസൈറ്റിയുമായി നടത്തുന്ന ബിസിനസ് എത്രത്തോളമാണ് എന്ന് നോക്കിയിട്ടാണ്, പിന്നെ എന്ന് മുതലാണ് അവർ മെമ്പർഷിപ്പ് എടുത്തേക്കുന്നത് ആ ഒരു കാലയളവ് നോക്കിയിട്ടാണ്. അടുത്തതായി പറയുന്നത് അവർ എത്ര മീറ്റിങ്സ് അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ജനറൽ ബോഡി മീറ്റിംഗ് അത് അറ്റൻഡ് ചെയ്തു അതിലേതാണ് എന്നുള്ളതാണ്. അതിൽ സൊസൈറ്റിയുമായിട്ട് അവർ എത്രമാത്രം ബിസിനസ് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ്. ഇതിപ്പം ഡെപ്പോസിറ്റ് ഇടുന്നതാകാം, ലോൺ എടുക്കുന്നതാവാം. അങ്ങനെ സൊസൈറ്റിയുടെ ബിസിനസ്സുമായിട്ട് അവരെത്രമാത്രം കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ് മെമ്പേഴ്സിന് ബോണസ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. What percentage of net profit should be transferred to the Agricultural Credit Stabilization Fund? Answer 7%. നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനമാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അത് 7% എന്നത് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Donations from net profit for charitable purposes shall not exceed. Answer 10% of net profit. ഇവിടെ എന്താണ് പറയുന്നത്? ഡൊണേഷൻസ് കൊടുക്കുന്നത് അത് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നതാണ് ക്വസ്റ്റ്യൻ. അത് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അതിൽ കൂടാൻ പാടില്ല. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% വരെ മാത്രമേ ഡൊണേഷൻസിനായിട്ട് മാറ്റിവെക്കാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. The balance of net profit may be used for purposes specified in the bylaws except for. Answer bonus to employees. ഇവിടെ എന്താണ് പറയുന്നത്? ഈ നെറ്റ് പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നതിനെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എംപ്ലോയീസിന് ബോണസ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ലാസ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ആസ് പെർ സെക്ഷൻ 56 സബ്സെക്ഷൻ 3, ഇൻ ദ കേസ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, the term member includes option A, only regular members, B, regular and honorary members, C, nominal and associate members, D, only shareholders with voting rights. Answer C ആണ്, nominal and associate members. എന്താണ് ഇവിടെ പറയുന്നത്? സെക്ഷൻ 56 സബ്സെക്ഷൻ 3 പ്രകാരം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഈ നോമിനൽ ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സിനെ കൂടി മെമ്പർ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് എന്നാണ്. അവിടെ
ഒള്ളി റെഗുലർ മെമ്പേഴ്സല്ല, റെഗുലറോ അല്ലെങ്കിൽ ഓണറി മെമ്പേഴ്സോ അല്ല, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് അല്ല. ഇവരെയൊക്കെ കൂടാതെ ഇപ്പം നമ്മൾ ഒറിജിനൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഷെയർ എടുത്തേക്കുന്ന മെമ്പേഴ്സിനെയാണ്. പക്ഷേ സെക്ഷൻ 56 സബ്സെക്ഷൻ 3 പറയുന്നത് കേരള ബാങ്കിൽ മെമ്പേഴ്സ് എന്ന് പറയുന്നവരിൽ ഈ നോമിനലും അസോസിയേറ്റും മെമ്പേഴ്സിനെ സാധാ മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെയാണ് കൂട്ടുന്നത് എന്നുള്ളതാണ്. Question number 7. Donations of net profit can be made under which act? Option A, Companies Act 1956, B, Indian Trust Act 1882, C, Charitable Endowments Act 1890, D, Societies Registration Act 1860. Answer C ആണ്, Charitable Endowments Act 1890. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഡൊണേഷൻ കൊടുക്കാനുള്ളത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കൂടാൻ പാടില്ലാത്ത എമൗണ്ട്, അതായത് 10% വരെയാണ് ഡൊണേഷൻസിലേക്ക് മാറ്റിവെക്കാൻ പറ്റും. അത് ഏത് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ്. അത് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ്സ് ആക്ട് 1890 അനുസരിച്ചാണ് അങ്ങനെ മാറ്റിവെക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 56 സബ്സെക്ഷൻ എ, disposal of non-banking assets. The immovable property acquired by a society through a sale by the sale officer or through any legal proceedings for realization of loan amount shall be disposed of by the society within 7 years from the date of acquisition with the prior sanction of the general body and the registrar, provided that if the immovable property is to be utilized for activities connected with the objectives of the society, it shall seek the prior approval from the registrar based on the resolution of the general body of the society. നോൺ ബാങ്കിങ് അസറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 56A പറയുന്നത്. എന്താണ് നോൺ ബാങ്കിങ് അസറ്റ്? ഒരു ബാങ്കിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് ലോണാണ്. അതായത് ലോൺ കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതാണ് മെയിനായിട്ടുള്ള ബാങ്കിൻ്റെ അസറ്റ്. ബാങ്ക് നിലനിന്ന് പോകുന്നത് തന്നെ മെയിനായിട്ടും ആ ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകമാണ്. അങ്ങനെയല്ലാതെ ബാങ്കിന് അസറ്റുകൾ ലഭിക്കാറുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ട് അതിന് സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്ന സ്ഥലമോ കെട്ടിടമോ അതൊക്കെ ആ ലോൺ പെൻഡിങ് ആയിക്കഴിഞ്ഞാൽ ലീഗൽ പ്രൊസീഡിങ്സ് വഴി ബാങ്കിന് ലഭിക്കും. അത് സെയിൽ ഓഫീസർ അക്വയർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നിയമപരമായ വഴികളിൽ കൂടി കിട്ടുന്നതാവാം. അങ്ങനെ കിട്ടുന്ന ആ അസറ്റാണ് നോൺ ബാങ്കിങ് അസറ്റ്. ഈ നോൺ ബാങ്കിങ് അസറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്തിരിക്കണമെന്നാണ്. അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപായിട്ട് രജിസ്ട്രാറുടെയും ജനറൽ ബോഡിയുടെയും പ്രീവിയസ് സാങ്ഷൻ വാങ്ങിയിരിക്കണം. അവരുടെ പെർമിഷനോടുകൂടി മാത്രമേ ഈ ഡിസ്പോസൽ സാധ്യമാവുകയുള്ളൂ. ഇനി ലേറ്റസ്റ്റ് അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഈ മൂവബിൾ പ്രോപ്പർട്ടി സൊസൈറ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതിനും പ്രയർ സാങ്ഷൻ വാങ്ങണം. രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും സാങ്ഷൻ വാങ്ങുകയും ആ പ്രമേയം ജനറൽ ബോഡിയിൽ പാസ്സാക്കുകയും ചെയ്തിട്ടാണ് ഇങ്ങനെ അത് സൊസൈറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബിൽഡിങ് സൊസൈറ്റിക്ക് നോൺ ബാങ്കിങ് അസറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്ന ആ ഒരു സ്ഥലം അത് ഈ ബിൽഡിങ്ങിലോട്ട് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് രജിസ്ട്രാറുടെ അനുവാദത്തോടു കൂടി ജനറൽ ബോഡിയിൽ പ്രമേയം പാസ്സാക്കിയിട്ടാണ് അത് സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് ഈ പുതിയ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ്. നെക്സ്റ്റ് സെക്ഷൻ 57 ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. സൊസൈറ്റിയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57.
A society may invest or deposit its funds A. in government savings bank or B. in any of the securities specified in section 20 of the Indian Trust Act 1882, Central Act 2 of 1882. ഒരു സൊസൈറ്റിക്ക് അവരുടെ ഫണ്ട്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യമായി പറയുന്നത് ഗവൺമെൻറ് സേവിങ്സ് ബാങ്കിൽ നിക്ഷേപിക്കാം. ഗവൺമെൻറ് സേവിങ്സ് ബാങ്ക് ഏതാണ്? ട്രഷറികളിൽ നിക്ഷേപിക്കാം. നെക്സ്റ്റ് 1882 ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 20 പറയുന്ന സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതും ഈ ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് സി. ഇൻ ദ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഓഫ് എനി അതർ സൊസൈറ്റി അപ്രൂവ്ഡ് ഫോർ ദി പർപ്പസ് ബൈ ദി രജിസ്ട്രാർ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ. അതായത് രജിസ്ട്രാറുടെ സ്പെഷ്യലോ അല്ലെങ്കിൽ ജനറലോ ഓർഡർ പ്രകാരം അപ്രൂവ് ചെയ്തിരിക്കുന്ന മറ്റ് സൊസൈറ്റികൾ, ചില സൊസൈറ്റികളുടെ ഷെയറിലോ സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നാലാമതായി പറയുന്നത് ഇൻ എനി ബാങ്ക് അപ്രൂവ്ഡ് ഫോർ ദി പർപ്പസ് ബൈ ദി രജിസ്ട്രാർ. രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിരിക്കുന്ന മറ്റേതെങ്കിലും ബാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അഞ്ചാമതായി പറയുന്നു ഇൻ എനി അതർ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ബൈലോയിലോ അല്ലെങ്കിൽ രജിസ്ട്രാറുടെ ഇതിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രകാരം അങ്ങനെയും ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇതും റൂളിൽ ഇത്തിരൂടെ വ്യക്തമായിട്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതും കൂടിയാണ് പ്രിസ്ക്രൈബ്ഡ് മാനർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 56A ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് അപ്ലൈസ് ടു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ എ സൊസൈറ്റി via sale officer or legal recovery must be disposed of within 7 years from acquisition date. Disposal requires prior sanction from general body of the society registrar. Exception: if property is used for society's objectives, must get registrar's approval based on a general body resolution. Next, section 57 investment of funds. Permitted investment options are government savings bank, securities listed under section 20 of the Indian Trust Act 1882, shares or securities of other societies approved by the registrar, banks approved by the registrar, any other manner as prescribed. ഇനി ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ്, ആൻസർ ഈസ് 7. നെക്സ്റ്റ്, ചൂസ് ദി കറക്റ്റ് സിനോണിംസ് ഓഫ് ഓറൽ ഫ്രം ദ ഫോളോയിങ്. ആൻസർ സ്പോക്കൺ. ഓറൽ എന്ന് വെച്ചാൽ വായ കൊണ്ട് പറയുന്നത്, അത് ഇവിടെ സ്പോക്കൺ ആണ്. നെക്സ്റ്റ്, മെൻ്റൽ എബിലിറ്റിയിൽ ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് from the given one that will complete the series. A D G, G J M, M P S and dash. Answer is S V Y. അതായത് ഇവിടെ മേളിൽ കൊടുത്തിരിക്കുന്നത് എ കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഡി, അതുപോലെ ഡി കഴിഞ്ഞ് 2 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ജി. അടുത്തതോ ജി കഴിഞ്ഞ് എച്ചും ഐയും കഴിഞ്ഞിട്ടാണ് ജെ. ജെ കഴിഞ്ഞാൽ 2 ലെറ്റേഴ്സ് കെയും എല്ലും കഴിഞ്ഞിട്ടാണ് എം. അതുപോലെ തന്നെ എം കഴിഞ്ഞിട്ട് എൻ ഒ കഴിഞ്ഞാൽ ആണ് പി വരിക. പി കഴിഞ്ഞിട്ട് ക്യൂവും ആറും കഴിഞ്ഞാലാണ് എസ് വരിക. ഈ ഒരു സ്പെസിഫൈഡ് മാനറിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എസ് കഴിഞ്ഞാൽ ടിയും യുവും കഴിഞ്ഞാലാണ് വി വരിക. വി കഴിഞ്ഞിട്ട് ഡബ്ല്യുവും എക്സും കഴിഞ്ഞിട്ടാണ് വൈ വരിക. Okay, now your turn to answer. International Day of Older Persons. Next, synonyms of liquidate. Next, BD
is related to DH. In the same way, MO is related to dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.